ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ ഡാൻസ് കളിക്കാൻ പോകുകയാണ്. അപ്പം ഭയങ്കര ട്രാഫിക് ആയിരുന്നു എറണാകുളത്തൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പം കുറേ ദൂരമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളപ്പം യാത്ര തുടങ്ങി. ഞാൻ ഫ്രണ്ടിൽ അച്ഛയുടെ കൂടെ മടിയിലിരുന്നായിരുന്നു പോയേ. മഴയായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ എത്തി. അവിടെ കൃഷ്ണൻ്റെ സാധനങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ ഉണ്ട് ചേട്ടാ, വെസ്റ്റേൺ സാധനങ്ങളൊക്കെ പക്ഷെ ഭയങ്കര കുറവാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ കയറി നെറ്റിപ്പട്ടമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ കുഞ്ഞു വിളക്കൊക്കെ മേടിക്കാൻ വേണ്ടി ഇതൊക്കെ ആയിട്ട് ആണ്. നമ്മൾ 3 മയിൽപ്പീലി മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഡാൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ചോറുണ്ടായിരുന്നു. ഒരു വൃത്തികെട്ട ചവയുള്ള ഒരു ചോറായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടാണ് കഴിച്ചത് അത്രയും. പിന്നെ നമ്മുടെ ഓഡിറ്റോറിയം അവരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലകൃഷ്ണ ഓഡിറ്റോറിയം ആയിരുന്നു ഓഡിറ്റോറിയത്തിൻ്റെ പേര്. അപ്പം നമ്മൾ അവിടെ ലിഫ്റ്റിലായിരുന്നു കയറിപ്പോയി. ആ ലിഫ്റ്റ് ഇങ്ങനെ മേലിലോട്ട് കയറി താഴോട്ട് വന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മളിത് സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞപ്പം ഞാൻ മൂടി പിന്നാൻ ഇരുന്നു. നമ്മൾ കുറച്ച് താമസിച്ചായിരുന്നു. 6 മണിക്ക് പോയതാ, അല്ല 5 മണി പോയതാ. നമ്മളിപ്പോൾ വന്നപ്പോഴത്തേക്ക് ഉച്ചയായി ഗായ്സ്. പിന്നെ നമ്മളൊരു AC റൂം എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ നമ്മുടെ റൂമിൽ ചെന്ന് കിടക്കുമായിരുന്നു. നല്ല സോഫ്റ്റ് ബെഡായിരുന്നു. അപ്പം നമ്മൾ പുട്ടി അടിക്കാനൊക്കെ തുടങ്ങി. നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം ഇതാണ് സതീശൻ ചേട്ടൻ. ഈ ചേട്ടനാണ് ഞങ്ങൾ സ്ഥിരം മേക്കപ്പ് ചെയ്യുന്ന ആൾ. മൊത്തം കൂടെ ഒരു 4 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മേക്കപ്പ് ചെയ്യാൻ ടീച്ചർ സഹായിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മുണ്ടൊക്കെ ഇങ്ങനെ ആക്കാൻ. ഇത് അനന്തു ചേട്ടായും ആണ്. അപ്പം ഞങ്ങൾ അനന്തു ചേട്ടായി ഉണ്ടായിരുന്നു കളിക്കാൻ. അപ്പം ഇത് വലിയ കൊമ്പലും വലിയ പൂവൊക്കെ വെച്ചാണ് ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്ന, തലയിലൊക്കെ വയ്ക്കുന്നതും ഒക്കെ. അപ്പം ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് ബ്ലഷൊക്കെ ഇടുവാണ്. അപ്പം വേറൊരു അനന്തു ചേട്ടായും വേറൊരു ചേച്ചിയുമായിട്ടായിരുന്നു കളിക്കുന്നത് ഡാൻസ്. അവരൊക്കെ മെട്രോയിലൊക്കെ വലിയ ജോലിയൊക്കെ ഉള്ളതാണ്. അവർ ഈ ഡാൻസിന് വേണ്ടി മാത്രമായിട്ടാണ് ഇങ്ങോട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പം നമ്മൾ നെറ്റിച്ചുട്ടിയും വെച്ചു, ചന്ദനും സൂര്യനും വെച്ചു. എല്ലായിടത്തും ക്ലിപ്പുണ്ടായിരുന്നു, ചരടും. എനിക്ക് വേന ഉണ്ടായിരുന്നു. ഞാൻ വേനയില്ലാത്ത പോലെ വീഡിയോ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ക്ഷീണമൊക്കെ ഞാൻ ബാക്കോട്ടൊക്കെ വീട്ട്. അപ്പം നമ്മളിത് മേക്കപ്പ് മാൻ 4 പേര്. അപ്പം പിന്നെ ഇവരൊക്കെ കണ്ട എൻ്റെ ഡ്രസ്സൊക്കെ പഴയതാണ്. ഇവർ പുത്തൻ തയ്പ്പിച്ചതാണ്. നല്ല ഭംഗി, നല്ല പൂക്കളൊക്കെ വെച്ചാണ്, വേറെ പൂക്കളൊക്കെ വെച്ചാണ് ഇവരെ ഇങ്ങനെ ഒരുക്കിയത്. പിന്നെ ഞാൻ എല്ലാം ഏകദേശമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കമ്മൽ ഇങ്ങനെ ഇടുന്നതാണ്. കമ്മലിൻ്റെ ഇങ്ങനെ കയറ്റുമ്പോൾ ഭയങ്കര വേനയായിരുന്നു ഗൈസ്. പിന്നെ എല്ലായിടത്തും ശരിയാക്കി എടുത്ത് നല്ല വൃത്തിയെല്ലാം ആക്കി. പിന്നെ ഞാൻ അവിടുത്തെ സ്ലൈഡൊക്കെ ഇങ്ങനെ എടുത്ത് ആ ചേട്ടന് എടുത്ത് കൊടുക്കുകയും ആ ചേട്ടന് സഹായമൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ അൾത്ത ഇട്ടിട്ട് അതിങ്ങനെ ഒപ്പുമായിരുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം പോലെ. പിന്നെ ഈ ചേച്ചിയുടെ ഞാനുമായിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. മഴ ഉണ്ടായിരുന്നു ഗൈസ്. ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വളയൊക്കെ ഇട്ടു. ഞങ്ങൾ രണ്ടും ഫോട്ടോ എടുത്തായിരുന്നു. ഈ ചേച്ചിയുടെ പേര് അമ്മു എന്നാണ്. അപ്പം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ആ ചേച്ചിയും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒറ്റയ്ക്ക് എടുത്തു. ഞാനും എടുത്തു ആ ചേച്ചിയുടെ കൂടെ. മഴയൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. അപ്പം ഞങ്ങൾ ആ ചേച്ചിയുടെ കൂടെ ഞാൻ കുറേ ഫോട്ടോസ് കുറേ വീഡിയോസ് എടുത്തു. എനിക്ക് തണുത്തിട്ട് ഞാൻ ഒരു ഇതെടുത്ത് ഞാനിങ്ങനെ തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ
വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് ഗൈസ്. പിന്നെ ഇത് നമ്മൾ താഴോട്ട് ലിഫ്റ്റൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ നല്ല കൃഷ്ണനെ ഇങ്ങനെ വെച്ച് ഒരു നിറച്ചും വെള്ളമൊക്കെ ഇട്ട് പൂക്കളം വെച്ച് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇട്ടായിരുന്നു. അവിടെ വലിയ ഒരു വിളക്കൂടി ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോ എടുത്ത്. പിന്നെ ഇത് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. ഞാനും ചേട്ടനും കൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നല്ല വെട്ടമാവും അല്ലേ. പിന്നെ ആ ചേട്ടൻ എനിക്കൊരു ക്യൂട്ട് പൗച്ച് മേടിച്ച് തന്നായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഗുരുവായൂർ അമ്പലം നടയിൽ ആ വിളക്ക് നല്ല ഭംഗിയുള്ള വിളക്കായിരുന്നു. പിന്നെ ഞാൻ ഡാൻസൊക്കെ കളിച്ചു, നല്ലതായിട്ട് കളിച്ചു. അതിൻ്റെയൊക്കെ വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.